ഹലോ, നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾ ആദ്യമൊക്കെ പോയി വന്ന് ഫ്രഷപ്പൊക്കെ ആയി കിടന്നു നോക്കുമ്പോൾ ഒരുപാട് നേരമായിട്ടോ. അതാണ് നമ്മളത് വീഡിയോ തീരുന്നത് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് രാവിലെ എടുക്കാൻ വിചാരിച്ചു. ഇന്ന് കോയമ്പത്തൂരത്തെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ പോണത് മരുതമലൈ മാമനിയെ മുരുകയ്യ മരുതമല കാണാൻ വേണ്ടിയാണ് ഇന്ന് പോണത്. പിന്നെ അതിന് പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് പോകും. പിന്നെ ഞങ്ങൾക്ക് ഇന്നലെ നല്ലൊരു റൂം കിട്ടി. റൂമല്ല നല്ലൊരു വീട് കിട്ടിയിട്ടോ. ഞങ്ങൾ റൂം ചോദിച്ചു പോയപ്പം റൂം ഒരുപാട് ഷെയർ മേലെ കയറി പോകണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് വേണ്ട വിചാരിച്ചു. കാരണം നമുക്ക് കയറാനും കഷ്ടമാവും പറഞ്ഞിട്ട് അത് വേണ്ട വിചാരിച്ചു. അപ്പം റൂം എടുക്കുന്ന അവിടുത്തെ ഓണർ ഞങ്ങൾക്കൊരു വീട് തന്നു. അവരുടെ വീടാണ്. അവിടെ ഓണർ മേലെയുണ്ട്. ഒരു 3 റൂമുള്ള വീട്, ഒരു ഹാള്, ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ. അപ്പം അതിൻ്റെ റൂം തന്നു. തുച്ഛമായ റെൻ്റുള്ളൂ. 1000 റുപ്യ നമ്മൾ റൂം കൊടുക്കുന്ന ഇതിനുള്ളൂ. നല്ല സൗകര്യത്തോടു കൂടി. അപ്പം അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ടണ്ടടേ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ വലിയൊരു ഹാളിൽ കേട്ടോ ഗൈസ്. ഇവിടെ ഹാളുണ്ട്, ഇവിടെ ബാത്റൂം, ഇവിടെ റൂം. ഇവിടെയാണ് എല്ലാവരും നീണ്ടു മലർന്ന് കിടക്കുന്നത്. ഇവിടെ ഒരു കിച്ചണ്, ഇവിടെ ഒരു സ്റ്റോർ റൂം പോലത്തെ റൂമുണ്ട്. എനിക്ക് എക്സ്ട്രാ ബെഡൊക്കെ തന്നു കേട്ടോ കിടക്കാൻ. നല്ല സ്നേഹമുള്ള ഒരു ഓണറായിരുന്നു. നല്ല നീറ്റായിട്ടുള്ള നല്ല സൂപ്പർ വീടായിരുന്നു. എന്താ ഇന്നത്തെ പരിപാടി? അപ്പം ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായി ഇതാ മരുതമലയ്ക്ക് പുറപ്പെട്ടു കേട്ടോ. റഷ് എന്ന് പറഞ്ഞാൽ അത്ര റഷായിരുന്നു. ഇപ്പോൾ സീസൺ ആയതുകൊണ്ടായിരിക്കും കുറേ സ്വാമിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര റഷായിരുന്നു. ക്യൂ തന്നെ എവിടെയെന്ന് അറിയാം. ഞങ്ങൾ 8:30 അവിടെ എത്തിയിട്ട് 10 മണി ആയിരിക്കണം ഞങ്ങൾ വണ്ടി ഉള്ളിൽ കയറ്റാൻ. ഇവിടെയെങ്കിലും എത്താൻ അച്ചരിച്ചാണ് വണ്ടിയിൽ പോകുന്നത്. വിശന്ന് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു മലയാളീസിൻ്റെ ഹോട്ടൽ കണ്ടു. അവിടെ പോയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിയിട്ട് മേലെ പോയി കഴിക്കാൻ വേണ്ടി. വണ്ടി അവിടെ എവിടെ നിർത്താനും സ്ഥലമല്ല. സൈഡാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലീസുകാർ പിന്നാലെ വന്ന് തട്ടി ഉണർത്തും. അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വാങ്ങിയിട്ട് മേലെ പോയി ഇരുന്ന് കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്നൊരു തീരുമാനം എടുത്തു. കാരണം ഇനി മേലെ പോയാലേ നമുക്ക് ഭക്ഷണമൊന്നും അധികം കിട്ടൂല. അവിടെ ചായ, കടി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നലെയും ബ്രേക്ക്ഫാസ്റ്റ് എണ്ണക്കടിയായിരുന്നു. അപ്പോൾ ഇന്നും കൂടി അങ്ങനെ ആക്കണ്ട വിചാരിച്ചിട്ട് ഞങ്ങൾ ദോശയും കറിയും ഒക്കെ വാങ്ങിയിട്ട് മേലെ പോയിരുന്നു കഴിച്ചു കേട്ടോ. അങ്ങനെ ഇതാ അമ്പലത്തിൻ്റെ അവിടെ എത്തുന്നതാണ് കേട്ടോ. എന്തോ ഒരു നമുക്കൊരു മനസ്സിനൊരു എനിക്ക് കേട്ടോ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഈ അമ്പലത്തിൻ്റെ ഈ ഗോപുരം കണ്ടപ്പോൾ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടാണെങ്കിലും നല്ല റഷ് പറഞ്ഞാൽ നല്ല റഷായിരുന്നു. 2 മണിക്കൂറിനടുത്ത് ഏകദേശം നമ്മൾ ലൈന് നിന്നിട്ടുണ്ടാവും ഉള്ളിൽ ദർശനം കാണാൻ വേണ്ടിയിട്ട്. 2 മണിക്കൂർ, താഴെ 1.5 മണിക്കൂർ നിന്നിട്ട് മേലെ 2 മണിക്കൂർ നിന്നിട്ടാണ് ദർശനം കണ്ടത്. ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ ഉള്ളിൽ. കാരണം അവർക്കൊക്കെ മടുത്ത് നിന്ന് മടുത്തു. പക്ഷേ എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് ഇരുന്ന് നമ്മൾ ദൈവത്തിനെ കാണുമ്പോൾ അതിലൊരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് എന്നെ കണ്ടത്. അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് താഴേക്ക് കാണുന്ന വ്യൂ ആണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുണ്ട്. എൻ്റെ ക്യാമറ നല്ല ക്ലിയർ ഉള്ളതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഗോപുരം കണ്ടില്ലേ, ഇതേപോലെ അവിടെ നിറയെ കല്ലുകൾ അവിടെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുക്കി വെച്ചിട്ടുണ്ട് ഗോപുരം കെട്ടുന്ന പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ട് വന്നു. അതിൻ്റെ ലഞ്ച് കഴിച്ചു. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. ഉറക്കപ്പിച്ചിൽ ഞാൻ ലഞ്ചിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ വരുമ്പോൾ നല്ല വ്യൂ പോയിൻ്റൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ചെറിയ വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. ഏകദേശം കുന്നൂരെത്തിയപ്പം കുന്നൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് ട്രെയിന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പം ഇതുവരേക്കും ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ആ റൂട്ടിൽ ട്രെയിൻ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല, ട്രാക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ അവിടെ കണ്ടു രണ്ടാൾക്കാർ വണ്ടി നിർത്തി പോയി വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്നെപ്പോലെ തട്ടിപ്പ് കാണിച്ചിട്ടല്ല വീഡിയോ എടുക്കുക, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയി നിന്നിട്ട് വേണം വീഡിയോ എടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വെറുതെ കിടന്ന് ചൊറിയുണ്ടായിരുന്നു. ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ കേൾക്കുമോ? നമ്മളെ ഇഷ്ടത്തിനല്ലേ ചെയ്യുള്ളൂ. ഒന്നാമത് അവരൊക്കെ ബൈക്ക് നിർത്തിയിട്ടാണ് പോയത്, അതുപോലെ എനിക്ക് കാറിൽ നിന്ന് പെട്ടെന്ന് ഓടിച്ചാടി. പിന്നെ ഞാൻ വണ്ടി എടുക്കാൻ സമയത്ത് ഞാൻ അപ്പോഴേക്കും ഒരു ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ചീത്തിട്ടു. അപ്പോൾ എന്തിനാ വെറുതെ വേണ്ടാത്ത പണി. അതിൽ പോകുന്ന ആൾക്കാരൊക്കെ നമുക്ക് ടാറ്റ തരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തിനാ ടാറ്റ തരുന്നത് എനിക്കും അറിയില്ല, അവർക്കും അറിയില്ല. കാശ്മീർ ചെന്നമാരില്ല മരങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ കാശ്മീരിലാണ് ഗൈസ് ഉള്ളത്. കാശ്മീർ അങ്ങനെ ഊട്ടിയിൽ നിന്ന് കോയമ്പത്തൂർ നിന്ന് അങ്ങനെ കാശ്മീർക്ക് വണ്ടി ഓടിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ പോന്നു ഗൈസ്. നമ്മൾ പോകുമ്പോൾ നെസ്റ്റ് ആൻഡ് മിസ്റ്റിന്ന് കോഫി കുടിച്ചില്ല, അതേ സ്ഥലത്ത് കയറി എല്ലാവരും ചായയൊക്കെ കുടിച്ച് കുറച്ച് സ്വീറ്റ്സും പിന്നെ അവിടെ ഉണ്ടാക്കിയ സ്പെഷ്യൽ ബണ്ണൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല റഷായിരുന്നു, റോഡ് ഫുള്ള് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ സ്കൂൾ ലീവായിരിക്കും, ക്രിസ്മസിനോടനുബന്ധിച്ച് കുറച്ച് ലീവൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര റഷായിരുന്നു, റോഡ് ഫുള്ള് റഷായിരുന്നു, കുറേ വണ്ടികളുണ്ടായിരുന്നു. ട്രാഫിക് കുറവാണ്, പക്ഷേ റോഡ് സൈഡിലൊക്കെ നിറയെ വണ്ടികളുണ്ടായിരുന്നു. ഇവിടെ പുതിയ മതിലൊക്കെ കെട്ടിയിട്ട് അവിടെ പുതിയ ഗേറ്റ് ഒക്കെ ഇതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴേക്ക് പോയാൽ എന്തോ വ്യൂ ഒക്കെ കാണാനുണ്ട്. ഞാൻ ഇതുവരെ പോയിട്ടുമില്ല, കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പോൾ പുതിയ സെറ്റപ്പ് ആക്കി വെച്ചത് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വന്നു ഏകദേശം കൂടല്ലൂർ എത്താനായി. അപ്പോൾ എല്ലാവരും ഓരോ ഉറക്കമൊക്കെ ഉറങ്ങി എണീക്കാനായി. അപ്പോൾ ശരി ഈ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വീഡിയോ എടുത്തതാണ്. ചെറുതിനാണെങ്കിൽ പനിയാണ് കേട്ടോ, രണ്ടാൾക്കും പനി ഉണ്ടായിരുന്നു. പോകുമ്പോഴേ പനി ഉണ്ടായിരുന്നു, തണുപ്പൊക്കെ ആയപ്പോൾ കുറച്ച് കൂടി സ്വെറ്ററൊക്കെ വാങ്ങിയിട്ടു. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് പോയിന്റ് എത്തിയപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഇനി ബാക്കിയുള്ളതൊക്കെ വീട്ടിലെ വിശേഷങ്ങളാണ്. വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫുഡ് വീട്ടിൽ വന്ന് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മഷ്റൂമും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഊട്ടിയിൽ നിന്ന് വരുമ്പോൾ തന്നെ മഷ്റൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.